ഈ ക്ലാസ്സിൽ എക്സസൈസ് 9.2-ലെ 9th ക്വസ്റ്റ്യൻ നോക്കാം. എ റോഡ് റോളർ ടേക്സ് 750 കംപ്ലീറ്റ് റെവല്യൂഷൻസ് ടു മൂവ് വൺസ് ഓവർ ടു ലെവൽ എ റോഡ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റോഡ് ഇഫ് ദ ഡയമീറ്റർ ഓഫ് എ റോഡ് റോളർ ഈസ് 84 സെൻറ്റിമീറ്റർ ആൻഡ് ലെങ്ത് ഈസ് 1 മീറ്റർ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു റോഡ് റോളർ 750 റെവല്യൂഷൻ നടത്തുമ്പോൾ 750 ടൈംസ് റെവല്യൂഷൻ നടത്തുമ്പോൾ അത് ഒരു റോഡിനെ ലെവൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ലെവൽ ചെയ്ത റോഡിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ റോളർ 1 ടൈം കംപ്ലീറ്റ് റെവല്യൂഷൻ നടത്തുന്നു. അതുപോലെ എത്ര ടൈംസ്? 750 ടൈംസ് അങ്ങനെ റോൾ ചെയ്ത് വരുമ്പോൾ ഒരു റോഡ്, അതായത് ഇതാണൊരു റോഡ് എന്ന് വിചാരിക്കുക. അവിടെ ഇത് കറങ്ങി ആദ്യത്തെ ഇതിൽ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ നടക്കുമ്പോൾ ഇത്ര ഏരിയ കവർ ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ അതുപോലെ എത്ര പ്രാവശ്യം? 750 ടൈംസ് റോൾ ചെയ്ത് ഇങ്ങനെ റെവല്യൂഷൻ നടത്തി 1 ടൈം, അങ്ങനെ എത്ര ടൈംസ്? 750 ടൈംസ് കഴിയുമ്പോൾ എത്രമാത്രം റോഡാണത് ലെവൽ ചെയ്തത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ എത്ര ടൈംസാണ് ഇത് കറങ്ങി വരുമ്പോൾ എത്ര ടൈംസാണ്? 750 കംപ്ലീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ അത് കറങ്ങി തിരിച്ച് ഇവിടെ തന്നെ വരണം അല്ലേ. അപ്പോൾ ഇത്ര കുറച്ച് മൂവ് ചെയ്യും ആ വീല്. അപ്പോൾ അതുപോലെ മൂവ് ചെയ്ത് 750 ടൈംസ് അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അത് എത്രമാത്രം റോഡിലാണ് അത് ലെവൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? അതായത് ഒരു പ്രാവശ്യം കറങ്ങുന്നു അല്ലെ, ഒരു റെവല്യൂഷൻ. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ റോഡ് റോളർ. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ ചുറ്റുമുള്ളത് അല്ലേ. ആ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ റോഡ് റോളർ എന്തിന് ഈക്വലായിരിക്കും? ഏരിയ ഓഫ് ദ റോഡ് ലെവൽഡ് ഇൻ 1 റെവല്യൂഷൻ. ഒരു പ്രാവശ്യം, അത് ഒറ്റ പ്രാവശ്യം ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് തിരിച്ച് ഈ വീല് കറങ്ങി ഇവിടെ വരുമ്പോഴത്തേക്കും അല്ലേ, ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി ഇവിടെ വരെ എത്തിയെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഇത്രയും ഏരിയ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് അതേ ഇൻറ്റു 750 അങ്ങനെ എത്ര ടൈംസ് കറങ്ങിയിട്ടുണ്ട്? ഒരു പ്രാവശ്യം കറങ്ങുമ്പോഴാണ് ഈ റോളർ 1 ടൈം കറങ്ങുമ്പോൾ ഇത്ര ഏരിയ ലെവൽ ചെയ്യുന്നുണ്ട്, ഇത്രയും ഏരിയ റോഡ് ലെവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ 750 ടൈംസ് അത് റെവല്യൂഷൻ നടത്തി വരുമ്പോൾ എത്ര ഭാഗം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ റോഡ് റോളർ കണ്ടുപിടിക്കണം. അപ്പോൾ അത് എന്തിന് ഈക്വലായിരിക്കും? 1 ടൈം, ഒരു പ്രാവശ്യം അത് കറങ്ങി ഒരു റെവല്യൂഷൻ കറങ്ങിയിട്ട് അത് എത്ര ഏരിയ റോഡ് ലെവൽ ചെയ്യണമെന്ന് നോക്കണം. മനസ്സിലായോ? ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ റോഡ് റോളർ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ റോഡ് ലെവൽഡ് ഇൻ 1 റെവല്യൂഷൻ. 1 റെവല്യൂഷനിൽ എത്ര ഏരിയ കവർ ചെയ്തെന്ന് നോക്കണം. അത് രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് റോഡ് റോളർ ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വലാണ്? ഏരിയ ഓഫ് ദി റോഡ് ലെവൽഡ് ഇൻ 1 റെവല്യൂഷൻ അല്ലേ. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ റോഡ് റോളർ എന്തിന് ഈക്വലാണ്? ഏരിയ ഓഫ് ദ റോഡ് ലെവൽഡ്. ഒരു പ്രാവശ്യം ഒരു 1 കംപ്ലീറ്റ് റെവല്യൂഷൻ വരുമ്പോൾ എത്രമാത്രം റോഡ് ലെവൽ ചെയ്യുന്നു അതിന് ഈക്വലാണ് അതിൻ്റെ റോഡ് റോളറിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ. ഇനി ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് റോഡ് റോളർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ, ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? 2πRh ആണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വാല്യൂസ് എടുത്ത് എഴുതാം. അപ്പോൾ ഇതിൽ തന്നിട്ടുണ്ട് ഡയമീറ്റർ 84 സെൻറ്റിമീറ്റർ. ഡയമീറ്റർ എത്രയാ? 84 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് R ആണ്. അപ്പോൾ R എങ്ങനെ കണ്ടുപിടിക്കാം? 84 ഡിവൈഡഡ് ബൈ 2. ഡയമീറ്ററിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? റേഡിയസ്. അപ്പോൾ 84/2 എന്ന് പറയുമ്പോൾ 42 സെൻറ്റിമീറ്റർ. ഇനി തന്നിരിക്കുന്ന ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ആവശ്യം ഹൈറ്റ് ആണ്. അപ്പോൾ ഹൈറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഹൈറ്റ് ആണ്. ഹൈറ്റ് ഈക്വൽ ടു 1 മീറ്റർ. അപ്പോൾ ഇവിടെ റേഡിയസ് സെൻറ്റിമീറ്ററിലും ഹൈറ്റ് മീറ്ററിലുമാണ്. അപ്പോൾ നമുക്ക് രണ്ടും ഒരേ അളവിൽ തന്നെ വേണം. സെൻറ്റിമീറ്റർ ആണെങ്കിൽ 2 സെൻറ്റിമീറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും മീറ്റർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ 42 സെൻറ്റിമീറ്ററിനെ എന്തിലോട്ടാക്കി മാറ്റാം? മീറ്ററിലോട്ടാക്കി കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? 100 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ 42 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 42നെ 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ മീറ്റർ കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? 42നെ
ഡിവൈഡഡ് ബൈ 100. അപ്പോൾ എന്ത് കിട്ടും? മീറ്റർ. അപ്പോൾ 42 ഡിവൈഡ് ബൈ 100 മീറ്റർ ആണ് നമ്മുടെ റേഡിയസ്. ഹൈറ്റ് 1 മീറ്റർ. രണ്ടും എന്തിലായി? മീറ്റർ എന്നുള്ള അളവിലായി. ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ റോഡ് റോളർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ, ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? 2πRH. ലാറ്ററൽ സർഫസ് ഏരിയ, അപ്പം ഞാൻ ഇവിടെ എടുത്തെഴുതാം. lateral surface area of road roller എന്താണ്? 2πRH. നമുക്ക് വാല്യൂസ് കൊടുക്കാം. 2 ഇൻറ്റു പൈ എന്ന് പറയുമ്പോൾ 22/7 എന്നുള്ള വാല്യൂ കൊടുത്താൽ മതി. ആർ എത്രയായിരുന്നു? 42/100 അല്ലേ? 42/100. എച്ച് എന്താ? 1 മീറ്റർ. അപ്പോൾ 1. അപ്പോൾ 2πRH എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7. ആർ എന്ന് പറയുമ്പോൾ 42/100. എന്തുകൊണ്ടാണ് 42/100 ആയത്? അതായത് 42 സെൻറ്റിമീറ്റർ ആയിരുന്നു. അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഡിവൈഡ് ബൈ 100 ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനെ വെട്ടേം ചെയ്യേണ്ട, നമുക്ക് ഇതുപോലെ തന്നെ ഡയറക്റ്റ് കൊടുത്താൽ മതി. ഇനി എച്ച് എന്ന് പറയുമ്പോൾ 1 മീറ്റർ. സോ 1 എഴുതി. ഇനി 7ഉം 42ഉം ക്യാൻസലായി പോകും അല്ലേ? 6 7s are 42. ഇവിടെ 6 വരും. ഇനി ഇവിടെ 100 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ 100ൽ 2 50 ടൈംസ്. ഇനി ഇവിടെ 22 ഉണ്ട്, ഇവിടെ 50 ഉണ്ട്. 22ൻ്റെ 2 ചെയ്യുമ്പോൾ 11. 11 2s are 22. 50ൽ 2 25 ടൈംസ്. അപ്പോൾ എന്ത് കിട്ടി? 11 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 25 അല്ലേ? അപ്പോൾ 11 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 65 അല്ല 66 ഡിവൈഡഡ് ബൈ 25. വാല്യൂ മീറ്റർ സ്ക്വയർ. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ റോഡ് റോളർ എന്ത് കിട്ടി? 66 ഡിവൈഡഡ് ബൈ 25 മീറ്റർ സ്ക്വയർ. അതെന്തിന് ഈക്വലാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞത്? ഏരിയ ഓഫ് ദ റോഡ് ലെവൽഡ് ഇൻ 1 റെവല്യൂഷൻ. ഒരു റെവല്യൂഷനിൽ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ അല്ല, ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ വരുമ്പോൾ അത് എടുക്കുന്ന ഏരിയ എന്തിന് ഈക്വലാണ്? റോഡ് റോളറിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയയ്ക്ക് ഈക്വലാണ്. അപ്പോൾ നമുക്ക് എഴുതാം ഏരിയ ഓഫ് ദ റോഡ് leveled in 1 complete revolution. 66 divided by 25 meter square. അപ്പോൾ ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുന്ന ഏരിയ എത്രയാണ്? ഒരു പ്രാവശ്യം ഒരു 1 ടൈം ഇത് കറങ്ങി വരുമ്പോൾ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ വരുമ്പോൾ എത്ര ഏരിയ അത് കവർ ചെയ്യുന്നുണ്ട്? 66/25 മീറ്റർ സ്ക്വയർ ഏരിയ അത് കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര റെവല്യൂഷനാണ്? 750. അതുപോലത്തെ റെവല്യൂഷൻ വരുമ്പോൾ എത്ര ഏരിയ കവർ ചെയ്യുന്നു? ഇത് 1 പ്രാവശ്യം അല്ലെ, ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ഒരു റെവല്യൂഷനിലാണ് ഒറ്റ തവണ ഇത് റെവല്യൂഷൻ നടത്തുമ്പോൾ വരുന്ന ഏരിയ ആണ് 66/25. അങ്ങനെയെങ്കിൽ 750 ടൈംസ് അതുപോലെ ചെയ്യുമ്പോൾ എത്ര ഏരിയ കവർ ചെയ്യുന്നു, എത്ര റോഡ് ലെവൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ ഈ കിട്ടിയ നമ്പറിനെ എന്ത് വെച്ച് 750 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം ഏരിയ ഓഫ് ദി റോഡ് leveled in എത്ര ടൈംസാ? 750 കംപ്ലീറ്റ് റെവല്യൂഷൻ. കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് ദ റോഡ് ലെവൽഡ് ഇൻ 750 കംപ്ലീറ്റ് റെവല്യൂഷൻ.
അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് കിട്ടിയത് 1 റെവല്യൂഷനിൽ കിട്ടിയ എത്രയാണ്? 66 ഡിവൈഡഡ് ബൈ 25 ആണ്. അങ്ങനെയെങ്കിൽ അതേ ഇൻറ്റു എത്ര ടൈംസ്? 750 വരുമ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. അപ്പം ഇനി 25ഉം 750 നമുക്ക് ക്യാൻസലാക്കാം. 25ൽ 5 5 25. ഇനി 750ൽ 1 5 5 ബാലൻസ് 2 ഉണ്ട്. അപ്പോൾ 25 25ൽ 5 5 5 25. ഇനി 0. ഇനി 5ഉം 150 ഉണ്ട്. 5ൽ 150 നമുക്ക് ക്യാൻസലാക്കാം. 5 15ൽ 3 ടൈംസ് ബാലൻസ് 3. അപ്പോൾ 30. അപ്പോൾ എന്ത് കിട്ടും? 66 ഇൻറ്റു 30. 66 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ 66 ഇൻറ്റു 3 18. നമുക്ക് കിട്ടി 198. ഇനി ബാലൻസ് ഉള്ള 0 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1980 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് ദ റോഡ് ലെവൽഡ് 750 ടോട്ടൽ കംപ്ലീറ്റ് റെവല്യൂഷൻ വഴി ആ ഏരിയ, റോഡിൻ്റെ ഏരിയ എത്ര ഏരിയയാണ് നമ്മൾ കവർ ചെയ്തത്? എത്ര ഏരിയയാണ് ലെവൽ ചെയ്തത്? 1980 മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി 10th ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.